മേക്കിംഗ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് ദ എക്കണോമിക് ഇൻ ടേംസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് വിത്ത് സ്റ്റഡി ആൻഡ് സസ്റ്റൈനബിൾ ട്രേഡ് ബാലൻസ്. ഇന്ത്യക്ക് നല്ലൊരു സസ്റ്റൈനബിൾ ട്രേഡ് ബാലൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനിഷ്യേറ്റീവ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഈ ടോപ്പിക്, റോൾ ഓഫ് എക്കോണമി, റോൾ ഓഫ് ബിസിനസ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനൊരു ബേസിക് ആയിട്ട് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയുടെ ആൻഷ്യന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നല്ല എക്കോണമി ആയിരുന്നു. ലൈക്ക് ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു, എക്സ്പോർട്ടൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാറി. ബ്രിട്ടീഷ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എക്കോണമി വളരെ മോശ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മോശ സ്ഥിതിയിലേക്ക് പോവാന്ന് വെച്ചാൽ നമുക്ക് ആ മോശ സ്ഥിതിയിലേക്ക് പോയതിന്റെ കാരണവശാൽ ലിബറലൈസേഷൻ നമ്മൾ തുടങ്ങി 1991 ലിബറലൈസേഷന് ശേഷം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് മൂലം വൺ ഓഫ് ദ ഗ്രോയിങ് എക്കോണമിയിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ. ഇതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് സച്ചാസ് എന്തൊക്കെയാണ് ഇവർ ട്രേഡ് ചെയ്തിരുന്നത്, പിന്നെ എന്തൊക്കെയാണ്, എവിടെ വെച്ചൊക്കെയാണ് ഈ ട്രേഡ് സെന്റേഴ്സ്, എന്താണ് സ്വർണ്ണഭൂമി, ആരാണ് ഇന്ത്യനെ വിളിച്ചിരുന്നത്, അതേപോലെ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സും കൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എസ്സേ എഴുതാനുള്ളൊരു പോർഷനാണിത്. ആൻഡ് നമുക്കൊരു വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക് യു.